ഹലോ സ്റ്റുഡൻസ്, നമ്മളൊന്ന് സ്റ്റോഴ്സ് ലെക്ചറിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. ടോട്ടലി 16ാമത്തെ ചോദ്യമാണ്. അത് നമ്മൾ ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ് ചെയ്തത്. അപ്പോൾ മുൻപ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ചെയ്തു, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ചെയ്തു, സിമ്പിൾ ആവറേജ് ചെയ്തു, വെയ്റ്റഡ് ആവറേജ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബേസ് സ്റ്റോക്ക് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. ബേസ് സ്റ്റോക്ക് മെത്തേഡ് പ്രകാരം പ്രോബ്ലം ചെയ്യുമ്പോൾ എത്രയാണോ ബേസ് സ്റ്റോക്ക് അത് നമ്മൾ ചോദ്യത്തിൽ നോക്കുക. എന്നിട്ട് ആ ചോദ്യത്തിൽ എത്രയാണോ ബേസ് സ്റ്റോക്ക് അത് നമ്മൾ ആദ്യത്തെ ലോട്ടിൽ അത് ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ എ സ്റ്റോഴ്സ് ലെഡ്ജർ ഫോർ ദ മന്ത് ഓഫ് നവംബർ 2015 ബൈ യൂസിങ് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. ഇഫ് ബേസ് സ്റ്റോക്ക് ഈസ് 200 യൂണിറ്റ്സ്. നവംബർ 1 പറയുന്നത്. നവംബർ 2015 നവംബർ 1 ഓപ്പണിംഗ് ബാലൻസ് 400 യൂണിറ്റ് ഉണ്ട്. ആ 400 യൂണിറ്റിൽ 200 യൂണിറ്റ് ബാക്കി വെച്ചിട്ട് പിന്നെയുള്ള 200 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആ 400 യൂണിറ്റിൽ ആദ്യത്തെ 200 യൂണിറ്റ് ബേസാക്കി വെച്ചിട്ട് ബാക്കിയുള്ള യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഓക്കെ, അത് എമർജൻസി വരുമ്പോൾ മാത്രം, അതായത് പിന്നീട് നമ്മുടെ കയ്യിൽ പർച്ചേസ് ഇല്ലെങ്കിൽ, നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമാണ് ആ 200 നമ്മുടെ യൂണിറ്റ് ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ 400 × 1 400, പർച്ചേസ് 200 യൂണിറ്റ് വാങ്ങിച്ച് 3 രൂപ വെച്ച് 150 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. പർച്ചേസർ 400 യൂണിറ്റ് 3 രൂപ വെച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു 250 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. ദെൻ പർച്ചേസർ 300 യൂണിറ്റ് 4 രൂപ വെച്ച് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളോട് പറയുന്നത് വീണ്ടും 25-ാം തീയതി 400 യൂണിറ്റ് 2 വെച്ച് 300 യൂണിറ്റ് ഇഷ്യൂ, 200 യൂണിറ്റ് ഇഷ്യൂ. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റോഴ്സ് ലെഡ്ജർ കൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ നിന്ന് ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ നമ്മൾ എന്താണ് ബേസ് സ്റ്റോക്ക് എത്രയെന്നുള്ള കാര്യം നമ്മൾ എഴുതിക്കുന്നു. ബേസ് സ്റ്റോക്ക് STOCK. അപ്പോൾ ടി അവിടെ വിട്ട് വേണ്ട. ബേസ് സ്റ്റോക്ക് ഈക്വൽസ് എത്രയാണ്? ബേസ് സ്റ്റോക്ക് ഈക്വൽസ് 200 യൂണിറ്റാണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. 200 യൂണിറ്റ്സ്, 200 യൂണിറ്റ്സ്, അതാണ് ബേസ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ 200 യൂണിറ്റ് ഒന്ന് ബേസ് സ്റ്റോക്ക് അടിച്ചിട്ട് നമ്മൾ നവംബർ 2015 നവംബർ 1 നമുക്കിതിൽ 2015 നവംബർ 1. അപ്പോൾ 2015 നവംബർ 1 ഓപ്പണിംഗ് ബാലൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? ഓപ്പണിംഗ് ബാലൻസ് 400 യൂണിറ്റ്. അപ്പോൾ 400 ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 1 രൂപയാണ്. റേറ്റ് 1 രൂപ, ₹1. ദെൻ 400 × 1, അപ്പോൾ 400 തന്നെ വരുന്നത് അതിൻ്റെ റേറ്റ്. ഓക്കെ, ഇനി 4-ാം തീയതി പർച്ചേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. 4-ാം തീയതി പർച്ചേസ് എത്ര? 200 യൂണിറ്റാണ് 4-ാം തീയതി പർച്ചേസ് ചെയ്യുന്നത്. 200 യൂണിറ്റ്. അതിൻ്റെ റേറ്റ് എത്രയാണ്? 200 × 3. 200 × 3 എത്രയാണ്? 200 × 3 600. എമൗണ്ട് കോളത്തിൽ, വാല്യൂ കോളത്തിൽ 600 എഴുതാം. വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 400 യൂണിറ്റ് ആദ്യത്തെ ഇറക്കി എഴുതാം, പിന്നെ 200 എഴുതാം. ദെൻ സിമ്പിൾ ആവറേജ് ചെയ്ത പോലെ കൂട്ടി എഴുതരുത്. ഫിഫോയിലും ലിഫോയിലും ചെയ്ത പോലെ ഓരോന്ന് ഇറക്കി എഴുതണം. ഓക്കെ, നമ്മളതിൻ്റെ റേറ്റ് എഴുതുന്നു 1, 200-ൻ്റെ റേറ്റ് 3, 200-ൻ്റെ റേറ്റ് 3. ദെൻ എമൗണ്ട് എഴുതുമ്പോൾ 400 × 1 400 വരുന്നു, 200 × 3 600 വരുന്നു. ഇതാണ് നമ്മുടെ ബാലൻസ്, 4-ാം തീയതിയിലെ ബാലൻസ് കേട്ടോ. ഇനി അടുത്ത റേറ്റ് 6-ാം തീയതി 150 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 150 യൂണിറ്റ് ഇഷ്യൂ വരുന്നു. ഈ 400-ൽ നിന്നാണ് 450 യൂണിറ്റ്, ഈ 150 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഈ 200 യൂണിറ്റ് ബേസാക്കി ഇവിടെ വയ്ക്കണം. അപ്പോൾ കുഴപ്പമില്ല, ഇതിൽ നിന്ന് ഇപ്പോൾ 400-ൽ നിന്ന് 150 എടുത്താലും ബാക്കി 250 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 150 യൂണിറ്റ് നമുക്ക് എന്തായാലും ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 1 രൂപയാണ് അതിൻ്റെ വില. 100 × 1 150 തന്നെ, 150 × 1 150 തന്നെ വരുന്നു. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 250 ഉണ്ട്. ബാലൻസ് 250, അതായത് 400-ൽ നിന്ന് 150 പോയിട്ട് 250 ഉണ്ട്. ഓക്കെ, ആ 250 ദെൻ 200, 250 ദെൻ 1 രൂപ വെച്ച് വരുന്നു. ദെൻ 3 രൂപ വെച്ച് വരുന്നു. ഓക്കെ, ദെൻ അടുത്തത് 250 × 1 250 തന്നെ വരുന്നു. 200 × 3 600 വരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ബാലൻസ്. ഓക്കെ, 13-ാം തീയതി നമ്മളിവിടെ പറയുന്നുണ്ട്. 13-ാം തീയതി പർച്ചേസാണ്. 13-ാം തീയതി പർച്ചേസ് എത്ര യൂണിറ്റ്? 400 യൂണിറ്റ് പർച്ചേസ്. അപ്പോൾ നമ്മൾ എമൗണ്ട് കോളത്തിൽ 400 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. 400, അതിൻ്റെ റേറ്റ് എത്രയാണ്? അതിൻ്റെ റേറ്റ് 3 രൂപയാണ് റേറ്റ് വരുന്നത്. 3 രൂപ റേറ്റ്. 400 × 3 12,200 വരുന്നു. ബാലൻസ് ചെയ്തണ്ടേ? ബാലൻസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റികളൊക്കെ ആദ്യം എഴുതാം. 250 എഴുതാം, പിന്നെ 200 എഴുതാം, പിന്നെ ഇപ്പോൾ വാങ്ങിച്ച് 400 എഴുതാം. ഇനി എൻ്റെ റേറ്റ് എഴുതുമ്പോൾ മുകളിൽ നോക്കിയ റേറ്റ് പറയും 1, ദെൻ 3, ദെൻ വീണ്ടും 3 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 250 × 1 250, ദെൻ 200 × 3 600, ദെൻ 400 × 3 1200. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാലൻസ്. ഇനി 15-ാം തീയതി എന്തായി സംഭവിച്ചാൽ നോക്കാം. 15-ാം തീയതി ഇഷ്യൂ ആണോ? 15-ാം തീയതി 250 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ബേസാക്കി വെച്ചിരിക്കുന്ന യൂണിറ്റ്
ഒഴിവാക്കിക്കൊണ്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 250 നിന്ന് 200 യൂണിറ്റ് മാറ്റി വയ്ക്കുക, ബേസ് ആക്കി വയ്ക്കുക, അതിൽ നിന്ന് 50 യൂണിറ്റ് എടുക്കുക. ഓക്കെ, നമുക്ക് എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്? 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 200 യൂണിറ്റ് അടിയിലത്തേന്ന് എടുക്കണം, അടുത്ത നെക്സ്റ്റ് ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ 200 കംപ്ലീറ്റ് അതിൽ നിന്ന് എടുത്തു. ഇനി റേറ്റ് അതിൻ്റെ റേറ്റ് 1, മറ്റേതിൻ്റെ റേറ്റ് 3. ഓക്കെ, 50 × 1 50 വരും, 200 × 3 600 വരും. ഇനി ബാലൻസ് ചെയ്തുമ്പോഴോ ഈ ആദ്യത്തെ 250 നിന്ന് 50 മാത്രമേ എടുത്തുള്ളൂ. 200 യൂണിറ്റ് ബേസ് ആക്കി വയ്ക്കണം, കാരണം അതാണ് ബേസ് സ്റ്റോക്കിൻ മെത്തേഡിൽ. പിന്നെ 200 നമ്മൾ കംപ്ലീറ്റ് എടുത്തു, പിന്നെ ബാക്കി എത്രയുണ്ട്? ബാക്കി 400 ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് 1 അതിൻ്റെ റേറ്റ് എടുത്തു, ദെൻ 400ൻ്റെ റേറ്റ് 300. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 200 × 1 200 തന്നെ എഴുതും, 400 × 3 1200 എഴുതും. ഓക്കെ, ഇതാണ് നമ്മുടെ 15-ാം തീയതിയിലെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ കണ്ടത്. 15-ാം തീയതി ഇഷ്യൂ കഴിഞ്ഞാൽ 20-ാം തീയതി ഒരു പർച്ചേസ് ഉണ്ട്. എത്ര യൂണിറ്റ് പർച്ചേസ്? ഈ 300 യൂണിറ്റ് പർച്ചേസ്. ഓക്കെ, 300 യൂണിറ്റ് പർച്ചേസ്. അതിൻ്റെ റേറ്റ് എത്രയാണ്? 300 × 4 ആണ് അതിൻ്റെ റേറ്റ്. 300 × 4 1200 വരും. ബാലൻസ് ചെയ്തുമ്പോൾ എന്ത് വരും? ബാലൻസ് ചെയ്യുമ്പോൾ 200 ദെൻ 400. ഇത് പഴയത്, മുൻപുള്ള ഡേറ്റിലെ 200-ഉം 400 എടുത്ത്, പിന്നെ ഇപ്പോൾ വാങ്ങിച്ച 300 എഴുതി. ഇനി അതിൻ്റെ റേറ്റുകളാണ് ഇതിൻ്റെ 1 ഇതിൻ്റെ റേറ്റ്, പിന്നെ 3 റേറ്റ്, പിന്നെ 4 റേറ്റ്. ഓക്കെ, അപ്പോൾ 200 × 1 200 തന്നെ വരുന്നു, ദെൻ 400 × 3 1200 വരുന്നു, ദെൻ 300 × 4 1200 വരുന്നു. ദെൻ 30-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡേറ്റ്, 30-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് 25-ാം തീയതി പർച്ചേസാണ്. 400 യൂണിറ്റ് പർച്ചേസ്. 400 യൂണിറ്റിൻ്റെ പർച്ചേസിൻ്റെ റേറ്റ് എത്രയാണ്? 2 രൂപയാണ് പർച്ചേസ്, 2. ഓക്കെ, അടുത്ത ഇതിൻ്റെ എമൗണ്ട് എത്രയും? 400 × 2 800 വരും. ഓക്കെ, ഇനി ബാലൻസ് ചെയ്തുമ്പോഴോ 200 പഴയത് അങ്ങനെ തന്നെ എടുത്തത്, 400 300 ഇത് മുൻപത്തെ ഡേറ്റിലാണ്. പിന്നെ ഒരു 400 നമ്മൾ വാങ്ങിച്ചു, അത് എഴുതി. പിന്നെ അതിൻ്റെ റേറ്റ് പഴയതുപോലെ തന്നെ 1 3 4 പിന്നെ എത്ര? 2 ഇപ്പോൾ വാങ്ങിച്ചത്. അതിനുശേഷം 200, ദെൻ 1200, ദെൻ വീണ്ടും 1200, ദെൻ 400 × 2 800. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ് 27-ാം തീയതി. 27-ാം തീയതി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 27-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട് ഇതിലാണ് വരിക. ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട് ഇവിടെ എത്ര യൂണിറ്റാണ് നമുക്ക് എഴുതേണ്ടത്? നമ്മളോട് 300 യൂണിറ്റാണ് ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത്. 300 യൂണിറ്റ് ഇഷ്യൂ പറയുമ്പോൾ ബേസ് സ്റ്റോക്ക് മെത്തേഡ് പ്രകാരം 200 യൂണിറ്റാണ് ബേസ്. ഇത് ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്ത് എടുക്കേണ്ട ഈ 400 നിന്നായിരിക്കണം. 400 നിന്ന് എത്ര എടുക്കും? 300 എടുക്കും. അപ്പോൾ 300 നമുക്ക് ഇവിടെ എഴുതാം. 300 എഴുതാം. അതിൻ്റെ റേറ്റ് 1 എടുക്കേണ്ടത്, നമ്മളെടുത്ത് 400 നിന്നാണ്. 400 നിന്ന് 300 എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് 3 അപ്പോൾ 300 × 3 900. 300 × 3 900 വരും. ഇനി ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോൾ 200 എഴുതും. 400 നിന്ന് 300 പോയി, ബാക്കി 100 ഉണ്ട്. ഓക്കെ, ദെൻ 300 അതുപോലെ തന്നെ എഴുതാം, 400 അതുപോലെ തന്നെ എഴുതാം. 200ൻ്റെ റേറ്റ് 1, പിന്നെ 400 നിന്നാണ് 300ൻ്റെ റേറ്റ് എടുത്തത്, ബാക്കി അത് ആ റേറ്റ് അങ്ങനെ തന്നെ വേണം 3. പിന്നെ 300ൻ്റെ റേറ്റ് 4, പിന്നെ 400ൻ്റെ റേറ്റ് 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 200 × 1 200, പിന്നെ 100 × 3 300, 300 × 4 1200, 400 × 2 800. ഓക്കെ, ബാലൻസായി. ഇനി 29-ാം തീയതി വീണ്ടും ഇഷ്യൂ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എത്ര യൂണിറ്റ് ഇഷ്യൂ? 200 യൂണിറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ 200 യൂണിറ്റ്. ഓക്കെ, 200 യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ 200 യൂണിറ്റ് എടുക്കാൻ പാടില്ല, പിന്നെ 100 എടുക്കാം. ഈ 200 ഇത് ബേസാണ്, അപ്പോൾ ഇത് ഒരു കാരണവശാലും എടുക്കരുത്. പിന്നെ എടുക്കാവുന്ന ഇതാണ് 100 എടുക്കാം. പിന്നെ 200 യൂണിറ്റ് ഇഷ്യൂ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഈ 100 യൂണിറ്റ് കംപ്ലീറ്റ് എടുത്ത് 300 നിന്ന് ഒരു 100 യൂണിറ്റും കൂടി എടുക്കാം. 300 നിന്ന് ഒരു 100 യൂണിറ്റും കൂടി എടുക്കാം. ഓക്കെ, അതിൻ്റെ റേറ്റ് നമ്മളിപ്പോൾ എഴുതാൻ പോകണു. താഴെയുള്ള അതിൻ്റെ റേറ്റ് 3 രൂപ. 300 നിന്നാണ് 100 എടുത്ത് അതിൻ്റെ റേറ്റ് 4 രൂപ. ഓക്കെ, ദെൻ 100 × 3 300, 100 × 4 400. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് ചെയ്തുമ്പോൾ 200 എഴുതാം. 100 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 300 നിന്ന് 100 എടുത്ത് ബാക്കി 200 ഉണ്ട്, പിന്നെ 400. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കാം? അതിൻ്റെ റേറ്റ് എത്ര? 1 എഴുതാം. പിന്നെ ബാക്കി 100 ഇല്ല, 200 അതിൻ്റെ റേറ്റ് 4, പിന്നെ അതിൻ്റെ അടുത്ത റേറ്റ് 2. ഇതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണിച്ച് പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ അപ്പുറത്തെ കുളത്തിലേക്ക് എഴുതാം. ബാലൻസാണ് എഴുതുക. അപ്പോൾ 200 × 1 200 തന്നെ വരും, 200 × 4 800 വരും, 400 × 2 800 വരും. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ച ബാലൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ 200 യൂണിറ്റ്സ് 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1 അല്ലേ? 1 രൂപ അല്ലേ? അപ്പോൾ 6 മതി. 1 ഈച്ച് എഴുതാം, 1 ഈച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്ര വരും? 200 വരും. പിന്നെ അടുത്തത് നമുക്ക് ഒരു എണ്ണം കൂടി നമുക്ക് താഴേക്ക് മാറ്റണം.
അപ്പോൾ നമ്മൾ അങ്ങനെ വരും 200 യൂണിറ്റ് 4 രൂപ വെച്ച് 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 4 each each ഈക്വൽസ് റുപ്പീസ് 200 × 4 800 റുപ്പീസ് 800 ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മളതൊന്ന് നീക്കുന്നുണ്ട് 800. പിന്നെ അടുത്ത് നമ്മൾ എഴുതുന്നുണ്ട് താഴെയുള്ളത് 400 യൂണിറ്റ്സ് റുപ്പീസ് 2 each. എത്രയാണ്? റുപ്പീസ് 2 each 2 ഇത്. അപ്പോൾ 400 ഇൻറ്റു അതൊന്ന് നീക്കുന്നുണ്ട് 400 × 2 800 ഓക്കെ. ഇനി അതിൻ്റെ ടോട്ടൽ എഴുതണം. ടോട്ടൽ എഴുതുമ്പോൾ 2 2 4 4 8 800 യൂണിറ്റ്സ് വരും. 800 യൂണിറ്റ്സ് എത്ര രൂപ വെച്ച്? റുപ്പീസ് 8 8 16 2 18 1800. അതാണ് ഇവിടുത്തെ വാല്യൂ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ വാങ്ങിച്ച നമ്മുടെ കൈവശിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ബാലൻസ് എമൗണ്ടാണ്. എത്ര യൂണിറ്റ് ഉണ്ട്? 800 യൂണിറ്റ് ഉണ്ട്. 1 രൂപയുടെ 200 ഉണ്ട്, 4 രൂപയുടെ 200 ഉണ്ട്, 2 രൂപയുടെ 400 ഉണ്ട്. അങ്ങനെ 800 യൂണിറ്റ്സ് ആകെ ഉണ്ട്. അതിൻ്റെ വില 1800 ഓക്കെ. ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റോക്ക് മെത്തേഡിൽ രണ്ടാമത്തെ ചോദ്യം 16ാമത്തെ ക്വസ്റ്റ്യൻ ആകെയുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.